നമസ്കാരം, എന്തെന്റെ വിശേഷം? എല്ലാവരും സുഖം തന്നെയല്ലേ? ഞാനിവിടെ സുഖമായിരിക്കുന്നു. കഴിഞ്ഞ ദിവസം നമ്മുടെ പ്ലേ ബട്ടൺ കിട്ടി, അന്ന് കുറച്ച് കൊളാക്കി. ഞാൻ കറിഞ്ഞിപ്പാളം വെച്ചു, എല്ലാവരെയും കറിയിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞെങ്കിൽ മെസ്സേജ് ഒക്കെ വന്നിരുന്നു. ഒരുപാട് സോറി കേട്ടോ, കാരണം ഞാനും പോലും വിചാരിച്ചിരുന്നില്ല. പെട്ടെന്ന് ഇമോഷണൽ ആയിപ്പോയി. സന്തോഷത്തിന്റെ കണ്ണുനീരായിരുന്നു, പക്ഷെ എങ്കിൽ പോലും അത് വേണ്ടായിരുന്നു എന്ന് പിന്നെ തോന്നിപ്പോയി. എനിവേ, അപ്പോൾ അതിൻ്റെ ഒരു ഗ്യാപ്പ് ഇട്ടിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഒരുപാട് പേരായും ചോദിക്കുന്നത് എന്ത് ചേച്ചി വരാത്തതെന്ന്. പിന്നെ നിങ്ങൾ തന്ന സ്നേഹത്തിന് എനിക്ക് എന്ത് പേരിൽ എങ്ങനെയാണ് എനിക്ക് നന്ദി പറയണമെന്ന് എനിക്ക് അറിയില്ല. കാരണം 3000-ഓളം കമന്റ്സാണ് എനിക്ക് ആ ഒരു പെർട്ടിക്കുലർ വീഡിയോയ്ക്കായിട്ട് വരുന്നത്. അപ്പോൾ എല്ലാവർക്കും പേഴ്സണലി ചിലപ്പോൾ റിപ്ലൈ തരാൻ പറ്റിയെന്ന് വരില്ല. ഞാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ തിരക്കിലായിരുന്നു 2 ദിവസം. അതുപോലെ തന്നെ ഫേസ്ബുക്കിലും അതുപോലെ തന്നെ എൻ്റെ കറിവേൾഡിൻ്റെ ആപ്പിലൊക്കെ ഒരുപാട് മെസ്സേജസ് വരുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും വക ഒരുപാട് 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 നന്ദി ഞാൻ അറിയിക്കുകയാണ് ഈ അവസരത്തിൽ. എല്ലാവരുടെ സപ്പോർട്ട് ഇനിയും ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നിങ്ങൾ ഒരുപാട് പേരെ എന്നോട് പറഞ്ഞിരുന്നു, ഒരു സ്വീറ്റിൻ്റെ റെസിപ്പി ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ അടുത്ത്. അപ്പോൾ ഇന്ന് ഞാൻ ആക്ച്വലി 2 ദിവസം മുമ്പല്ലേ ഞാൻ ടാഗ് ഇട്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ നിങ്ങൾക്കറിയാം ഞാനൊരു സ്വീറ്റ് പേഴ്സൺ അല്ല എന്നുള്ള കാര്യം. പിന്നെ ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു ലൈറ്റ് ആയിട്ടുള്ള ഒരു സ്വീറ്റാണ്. അതായത് ഒരു പായസം എന്ന് വേണമെങ്കിൽ അത് നിങ്ങൾക്ക് പറയാം, അതല്ലെങ്കിൽ ഒരു സ്മൂത്തി എന്ന് വേണമെങ്കിൽ പറയാം. നിങ്ങൾക്ക് എന്ത് ഇഷ്ടമുള്ള പേരും അതിന് കൊടുക്കാം. അത് ഞാൻ നിങ്ങൾക്ക് വിട്ടു തന്നിരിക്കുകയാണ്. അപ്പോൾ ഈ റെസിപ്പി എന്ന് പറയുന്നത് ഒരു ഉടുപ്പി റെസിപ്പിയാണ്. എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടായ കൽപ്പന തന്ന റെസിപ്പിയാണ്. അപ്പോൾ അവർ ഉടുപ്പി ബ്രാഹ്മിൻസ് ആണ്. അവരുടെ വീട്ടിൽ സ്ഥിരം ഉണ്ടാക്കുന്ന ഒരു സംഭവമാണിത്. അതായത് ഇതിന് നമ്മൾ രസായനം എന്നാ പറയാം. അത് പഴം വെച്ചാൽ ഞാൻ ചെയ്തിരിക്കുന്നത്. അതേസമയം മാമ്പഴം വെച്ചിട്ടും സെയിം റെസിപ്പി നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ ഇത് ഓതന്റിക് വേർഷൻ എന്ന് പറയുന്നത് ശർക്കര നീര് മാത്രമാണ് അതിൽ ചേർക്കാറ്. പക്ഷേ നിങ്ങൾക്ക് വേണമെങ്കിൽ ശർക്കര നീരിന് പകരമായിട്ട് കണ്ടൻസ്ഡ് മിൽക്ക് ഉപയോഗിക്കാം. അതേസമയം രണ്ടും നിങ്ങൾക്ക് ചേർക്കാം. അപ്പോൾ അത് നിങ്ങൾക്ക് ഉണ്ടാക്കി നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. പക്ഷേ ഞാൻ ഇന്നത്തെ റെസിപ്പിയിൽ ശർക്കര നീര് മാത്രമാണ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. അതിനുശേഷം എൻ്റെ അടുത്ത് അഭിപ്രായം പറയാൻ മറക്കരുത്. അപ്പോൾ വൺസ് അഗെയിൻ താങ്ക് യു സോ മച്ച് ഡിയേഴ്സ്. ലവ് യു ഓൾ. ഉമ്മ. അപ്പോൾ നമുക്ക് നമ്മുടെ പഴം രസായനം ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ടുള്ള ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇതിനു വേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു ചെറിയ പോർഷനാണ് കേട്ടോ ഞങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഇതിനു വേണ്ടി എടുത്തിരിക്കുന്നത് 2 ഗ്ലാസ് കട്ടി തേങ്ങാപ്പാൽ. അതായത് 2 തേങ്ങയിൽ 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് പിഴിഞ്ഞെടുത്തിരിക്കുന്ന തേങ്ങാപ്പാലാണിത്. നിങ്ങൾക്കിപ്പോൾ ടിന്നിൽ കിട്ടുന്ന തേങ്ങാപ്പാൽ വെച്ചിട്ട് നമുക്കിത് ചെയ്യാം. പക്ഷേ റിയൽ ആയിട്ടുള്ള ടേസ്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ശരിക്കും പറയുകയാണെങ്കിൽ ഇതേപോലെ നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള തേങ്ങ ചിരകിയിട്ട് വേണം എടുക്കാൻ. അപ്പോൾ ഫ്രീസറിൽ നിന്ന് എപ്പോഴും പുറത്തെടുത്ത് വെക്കുക. അതിനുശേഷം ഡീഫ്രോസ്റ്റ് ചെയ്യുക. തണുപ്പ് മാറിയതിന് ശേഷം മാത്രം വെള്ളം ഒഴിച്ചിട്ട് അടിക്കാൻ പാടുള്ളൂ. എന്നാൽ മാത്രം നല്ല കട്ടി തേങ്ങാപ്പാൽ നമുക്ക് കിട്ടുള്ളൂ. അതല്ലാതെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മുടെ കറികളിൽ എടുക്കുകയാണെങ്കിൽ പോലും അതൊക്കെ പിരിഞ്ഞു പോകും. പക്ഷെ ഇതിലിപ്പോൾ പിരിയേണ്ട അവസരമൊന്നുമില്ല. കാരണം ഇത് കുക്കൊന്നും ചെയ്യാത്തൊരു പായസമാണ്. പായസം എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇതിൽ നമ്മൾ ശർക്കരപ്പാനി ഒഴിക്കുന്നുണ്ട്, അതേപോലെ തന്നെ ഏലക്ക പൗഡർ ഇടുന്നുണ്ട്. അപ്പം അതുകൊണ്ട് നമുക്കിതിനെ പായസം എന്ന് വിളിച്ചാലും തെറ്റ് പറയാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ ആദ്യം തന്നെ പാലിലോട്ട് 1-2 പഴം എടുക്കുക. ഞാനിപ്പോൾ റോബസ്റ്റാണ് എടുത്തിരിക്കുന്നത്. പക്ഷേ നാട്ടിലത്തെ റോബസ്റ്റ് ഇല്ല, നല്ല നാടൻ റോബസ്റ്റിക്ക് ഭയങ്കര ടേസ്റ്റ് കൂടുതലായിരിക്കും. നല്ല പഴുത്ത റോബസ്റ്റ് നോക്കി എടുക്കുക. അതെല്ലാം വെച്ചാൽ ഏത് പഴം വേണമെങ്കിലും എടുക്കാം. കദളിപ്പഴം, പൂവമ്പഴം, അങ്ങനെയുള്ള ഏത് പഴം വേണമെങ്കിലും നമുക്ക് എടുക്കാം. അപ്പോൾ ഈ റോബസ്റ്റ നന്നായി ചെറുതാക്കി കട്ട് ചെയ്തിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. വളരെ ചെറുതാക്കി കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്താൽ നമുക്ക് കഴിക്കാൻ എളുപ്പമായിരിക്കും. അപ്പം ഞാനിവിടെ 2 റോബസ്റ്റാണ് എടുക്കാൻ പോകുന്നത്. ഇത് നമുക്ക് കയ്യിലുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഉടച്ചു കൊടുക്കണം. പിന്നെ എന്നോട് കൽപ്പന പറഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവളുടെ ആൻറ്റിയൊക്കെ ഇതിനൊരു തിക്നെസ് കൂട്ടാൻ വേണ്ടിയിട്ട് ഒരു റോബസ്റ്റ പഴം ഇതിലേക്ക് അരച്ച് ചേർക്കാറുണ്ട്. അതായത് ശരിക്കും ഒരു സ്മൂത്തി പോലെ. നമ്മുടെ സാധാരണ പാലിലാണല്ലോ നമ്മൾ സ്മൂത്തി ഉണ്ടാക്കാറ്. അതിന് പകരമായിട്ട് നാളികേരപ്പാലിൽ കുറച്ച് പഴം അടിച്ച് ചേർത്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി തിക്നെസ് വരും. അങ്ങനെയും ചെയ്യാം. ഞാൻ ഒരു പ്രാവശ്യം അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഹെവി ആവുന്ന ഒരു പോലെ ഫീൽ ചെയ്തു പഴം കൂടെ അടിച്ച് ചേർക്കുമ്പോൾ. ഈ ഒരു ഫ്രഷ് എഫക്റ്റ് കിട്ടാത്ത പോലെ തോന്നിയതുകൊണ്ട് ഞാൻ ഇന്നിപ്പോൾ പഴം ഇതിൽ അടിച്ച് ചേർക്കുന്നില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു പഴം ഇതിലേക്ക് അരച്ച് ചേർക്കാം. ഓക്കെ, നേന്ത്രപ്പഴം ഇതുവരെ ഞാൻ ഇട്ടിട്ടില്ല. അപ്പോൾ നമ്മൾ 2 പഴം ഇതിലേക്ക് അരിഞ്ഞ് ചേർത്തിട്ടുണ്ട്. ഈ സ്പൂൺ വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു കയ്യിലെടുത്തിട്ടോ നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് തണുപ്പിച്ചതിന് ശേഷം കഴിക്കുമ്പോഴാണ് കൂടുതൽ സ്വാദ് വരിക കേട്ടോ. ഇത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോണത് എന്താ? ശർക്കരപ്പാനി. ഞാൻ പറഞ്ഞല്ലോ ട്രഡീഷണൽ ആയിട്ട് ശർക്കരപ്പാനി മാത്രം ചേർക്കാറുള്ളൂ. അപ്പം ശർക്കരപ്പാനി മാത്രം മതിയെങ്കിൽ ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കുക. അതല്ലെങ്കിൽ മിൽക്ക് മെയ്ഡ് മാത്രം ചേർത്ത് കൊടുക്കുക. അതല്ലെങ്കിൽ രണ്ടും ചേർത്ത് കൊടുക്കാം. അപ്പം നിങ്ങൾ ആദ്യം തന്നെ ഒരു കാര്യം ചെയ്യുക, ശർക്കരപ്പാനി കുറച്ച് ഒഴിച്ചിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കൂ. അപ്പം അതിൻ്റെ ടേസ്റ്റ് നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവുമല്ലോ ഏതായിരിക്കും നന്നായി, എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് കുറച്ചും കൂടെ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ. അപ്പം ഞാനിവിടെ ശർക്കരപ്പാനി ഒഴിക്കാൻ പോവാണ്. ഞാനിപ്പോൾ 2 ശർക്കര ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കരപ്പാനിയാണിത്. അരിച്ചു വെച്ചിട്ടുള്ളതാണിത്. ചൂടൊന്നുമില്ല, ചൂടാറിയിട്ടുള്ള പാനി. അപ്പം ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 1, 2, 3, 4 ടേബിൾ സ്പൂൺ ശർക്കരപ്പാനി ചേർത്തിട്ടുണ്ട്.
നന്നായി അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം ഇതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു എന്താ പറയുക സ്വീറ്റ് ആയിട്ട് ഇപ്പം എന്തെങ്കിലും കഴിക്കണം എന്നൊക്കെ തോന്നുന്ന സമയത്ത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു ഡിഷാണ്. പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അറ്റ്ലീസ്റ്റ് നമുക്ക് കുക്ക് ചെയ്യണം. അപ്പോൾ കൽപ്പന ഇതിനെ വിളിക്കുന്ന പേര് കുക്ക് ചെയ്യാത്ത പായസം എന്നാണ്. അത് അടുപ്പിൽ വയ്ക്കാണ്ട് ഉണ്ടാക്കുന്ന പായസം എന്നാണ് അവൾ അതിന് പറയുന്ന പേര്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അതും ശരിയാണ്, ആ പേരും ശരിക്കും ഇതിന് അർഹതപ്പെട്ട പേരാണ്. ഞാൻ ഇരിച്ച് നോക്കട്ടെ കേട്ടോ. എനിക്കിപ്പോൾ 4 ടേബിൾ സ്പൂൺ ശർക്കര പാനി ഒഴിച്ചപ്പോൾ തന്നെ ഇത് കറക്റ്റ് ആയിട്ടുണ്ട്. അതായത് ഓവറായിട്ട് മധുരം പാടില്ല. ഓവറായിട്ട് മധുരം ഉണ്ടെങ്കിൽ നമുക്കിത് കുടിക്കാൻ പറ്റില്ല. പക്ഷെ സാധാരണക്കാർക്ക് ഒന്നും കൂടെ വേണമെങ്കിൽ ആവാം. അതായത് 5 ടേബിൾ സ്പൂൺ ശർക്കര നീര്. ഞാനിവിടെ കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കുന്നില്ല കേട്ടോ. എനിക്ക് ശർക്കര നീര് ചേർത്തപ്പോൾ തന്നെ മധുരം ശരിയായിട്ടുണ്ട്. പിന്നെ ആ ടേസ്റ്റും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ 2 ടേബിൾ സ്പൂൺ ശർക്കര നീര് ഒഴിച്ചിട്ട് 3 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിക്കാം. അതല്ലെങ്കിൽ കണ്ടൻസ്ഡ് മിൽക്ക് മാത്രം ഒഴിക്കാം. ഞാൻ പറഞ്ഞല്ലോ രണ്ടും കൂടെ വേണമെങ്കിൽ മിക്സ് ചെയ്ത് ഒഴിക്കാം. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്താം. ഞാനിപ്പോൾ ഒരു ശർക്കര നീര് മാത്രം ഒഴിച്ചിട്ട് ഞാൻ നിർത്തുകയാണ്. ഇനി നമുക്കിതിലേക്ക് അല്പം ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കാം. ഏലക്കപ്പൊടി ചേർത്ത് കൊടുത്താൽ എൻ്റെ ഭർത്താവ് കഴിക്കില്ല, അതുകൊണ്ട് കൊടുക്കാൻ പറ്റില്ല. പക്ഷെ ഏലക്കപ്പൊടി ചേർത്ത് കൊടുത്താൽ ഒരു പായസത്തിൻ്റെ ഒരു എഫക്റ്റ് കിട്ടും. അപ്പം പായസം തണുത്ത് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും, ആ ഒരു ടേസ്റ്റും മണമൊക്കെ കിട്ടും. അപ്പോൾ ഒരു നുള്ള് ഏലക്കപ്പൊടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ അവസാനം എപ്പോഴും ചേർക്കാറുള്ള കാര്യം എന്താ, നമ്മൾ സ്വീറ്റ് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ചേർക്കേണ്ട കാര്യം എന്താ, അല്പം ഉപ്പ്. അപ്പോൾ ഒരു നുള്ള് ഉപ്പ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായി അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാം കൂടി നമ്മൾ മിക്സ് ചെയ്തിട്ടുണ്ട്. കൺസിസ്റ്റൻസി കണ്ടല്ലേ, ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത്. ഒരുപാട് അങ്ങ് തിന്നാവാൻ പാടില്ല, അതേസമയം ഒരുപാട് അങ്ങ് തിക്കാവാനും പാടില്ല. നമുക്കിത് കഴിക്കുമ്പോൾ ഇതിപ്പോൾ അവരൊക്കെ ശരിക്കും പറയുകയാണെങ്കിൽ കൽപ്പന പറഞ്ഞതനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഇടിയപ്പത്തിൻ്റെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷൻ ആയിട്ടാണ് അവർ കഴിക്കുന്നത്. ഒരുപാട് അങ്ങ് ശർക്കര നീര് ഒഴിക്കേണ്ട. അപ്പോൾ ഞാനും ചേർത്തിരിക്കുന്ന പാകം എന്ന് പറഞ്ഞാൽ 5 ടേബിൾ സ്പൂണാണ് ശർക്കര നീര് ഒഴിച്ചിരിക്കുന്നത്. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഒരു പഴം ഇതിൽ അരച്ചും ചേർക്കാം. അപ്പോൾ തിക്നെസ് കുറച്ചും കൂടെ കൂടും. പക്ഷെ അതിനേക്കാൾ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ളത് അരയ്ക്കാണ്ടുള്ള ഒരു സംഭവം തന്നെയാണ്. അപ്പോൾ കുക്ക് ചെയ്യാത്ത നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ കേട്ടോ. ഒരു വെറൈറ്റി ടേസ്റ്റ്, നമ്മളിതുവരെ പരിചയിക്കാത്തൊരു ടേസ്റ്റ്. 5 ടേബിൾ സ്പൂൺ. ഇപ്പം എനിക്കൊക്കെ മീഡിയം എന്താ പറയുക മധുരം ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ടാണ് ഞാൻ 5 ടേബിൾ സ്പൂൺ ഒഴിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ചിലപ്പോൾ കുറച്ചും കൂടെ മധുരം വേണമെന്നുണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂണോ 2 ടേബിൾ സ്പൂണും കൂടെ വേണ്ടി വരും കേട്ടോ. പിന്നെ ഇതെപ്പോഴും ഫ്രിഡ്ജിൽ വെച്ച് 1-2 മണിക്കൂർ തണുപ്പിച്ചതിന് ശേഷം കഴിക്കുമ്പോഴാണ് ഭയങ്കര ടേസ്റ്റ് കൂടുതൽ. തന്നെ കഴിക്കണമെന്നുണ്ടെങ്കിൽ, അതല്ലാന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ ഇടിയപ്പത്തിൻ്റെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണ്. ഇടിയപ്പത്തിൻ്റെ കൂടെ തണുപ്പിക്കാണ്ട് തന്നെ ഇപ്പം ഉണ്ടാക്കിയ വശം തന്നെ നമുക്ക് ഇടിയപ്പത്തിൻ്റെ കൂടെ സെർവ് ചെയ്യാം. അപ്പോൾ ഇടിയപ്പത്തിൻ്റെ കൂടെ സാധാരണ നമ്മൾ എൻ്റെ വീട്ടിലൊക്കെ നാളികേരപ്പാലും പഞ്ചസാരയാണ് അല്ലേ കഴിക്കാറ്. അപ്പം അതിൻ്റെ കൂടെ എക്സ്ട്രാ ഒരു പഴം, അത്രേ ഉള്ളൂ. പക്ഷെ അത് ഭയങ്കര ഒരു ടേസ്റ്റ് കൊടുക്കും. അപ്പം ഞാൻ എൻ്റെ നൈബർ നാൻസിക്ക് കൊടുത്തപ്പോൾ അവൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പം നാൻസി എങ്ങനെയുണ്ട് സംഭവം നമ്മുടെ? നമ്മുടെ നാൻസി ഇതിന് എന്താ പറയാ ഫുൾ മാർക്ക് തന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങളും ട്രൈ ചെയ്തിട്ട് എന്നോട് അഭിപ്രായം പറയാ. ഓക്കെ, അപ്പോ അടുത്ത റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക് യു. ബാഹുബലി ആവാനാണ് പോകുന്നത് എന്റെ ഭർത്താവ്. എന്റെ കഥ എനിക്ക് മാത്രമല്ലേ അറിയുള്ളൂ, പുറം ലോകം അറിയിക്കാൻ വേണ്ടിട്ടാണല്ലോ ബാഹുബലി. പണി ചെയ്താ ഞാൻ ജീവിച്ചു പോകണമെന്നുള്ളത് നിങ്ങൾക്ക് ആർക്കെങ്കിലും വല്ല ധാരണയുണ്ടോ? എന്താന്നറിയോ, ഈ സാധനമൊക്കെ പൊന്തിച്ചു കഴിഞ്ഞാൽ ഞാൻ അടുത്ത് കിടന്ന് കിടപ്പാം. വല്ല ഡിസ്കൊക്കെ തെറ്റി കഴിഞ്ഞാൽ പിന്നെ കറി വേൾഡും ഉണ്ടാവില്ല. എനിക്ക് ഡിസ്ക് വെച്ച് കുഴപ്പമില്ലല്ലോ. നിനക്ക് തെറ്റില്ല, നീ വലിയ ജിമ്മനല്ലേ. മര്യാദ ചെയ്യേണ്ട രീതി ചെയ്ത തെറ്റില്ല. ആ ഇത് എടുത്തിട്ടില്ല അല്ലേ, നല്ല പണി. ഇന്ന് ബ്ലൂ ബനീനുള്ള ചേട്ടൻ എന്ത് പറ്റി? അത് ഞാനത് ഹെന്നയിലിടാനുള്ള സാധനം. സോറി, ഞാൻ ഇരുമ്പിന്റെ എന്തെങ്കിലും കിട്ടണ്ടേ, പിന്നെ അതെടുത്തിട്ട് ഹെന്നയിലിട്ടു. അറിയില്ല, അത് എണ്ണ മിക്സ് ചെയ്യുമ്പോ ഒരു എന്താ പറയാ ഇരുമ്പിന്റെ എന്തെങ്കിലും ഒരു സാധനം ഇടണ അതില്. പിന്നെ ഇരുമ്പിന്റെ എല്ലാരും നിലത്തിരുന്നിട്ട് മുട്ടുമ്പോ പ്രഷർ കൊടുത്തിട്ട് പൊന്തിക്കുക ഇങ്ങനെ, അല്ലാതെ കുഞ്ഞെന്ന് പൊന്തിച്ചാലിന് ഡിസ്ക് ഒക്കെ തെറ്റും. പക്ഷെ എന്നാലും ഞാൻ റിസ്ക് എടുക്കുന്നില്ല. എങ്ങനെയുണ്ട് അമ്മയുടെ പുതിയ ഹെയർ സ്റ്റൈൽ? ഈജിപ്ഷ്യൻ മമ്മീനെ പോലെയുണ്ടോ? ഞാൻ തന്നെ ഹെന്ന ഇട്ടതാണേ. എന്നിട്ട് ഞാനിപ്പോ കെട്ടാൻ പോണേ. അപ്പൊ എന്റെ മോനൊരു ആഗ്രഹം, അമ്മേനെ ഈ രൂപത്തിലൊന്നും അവരൊന്ന് കാണുന്നത്. എനിക്കിപ്പോ എന്താ അല്ല എന്നാ ഇത് കെട്ടിയില്ലെങ്കിലുണ്ടല്ലോ ഞാൻ എവിടെ ഇരുന്ന് കഴിഞ്ഞാലും അതുമലിക്കൊക്കെ ആവും. വീട്ടില് ചെയ്യുമ്പോ ഭയങ്കര ബുദ്ധിമുട്ടാ, തന്നെ ചെയ്യണതല്ലേ. എങ്ങനെയുണ്ട്? ആണോ? അങ്ങനെ ആരും ഹെൽപ്പ് ചെയ്യാനില്ല.
കഷ്ടം. ഒരു പെൺകുട്ടിയില്ലാത്തതിന്റെ കുഴപ്പം മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? No, it's not bloody. ഓക്കെ Remove it. Yeah, that's it. ഓക്കെ താങ്ക് യു ബൈ.